മിസ്റ്റർ റൊമാൻറ്റിക് എന്റെ ഫിയാൻസിയാണ്. ഇവന്റെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ട ടൈം അവൻ ഇപ്പൊ സ്പെൻഡ് ചെയ്യാറുള്ളത് അവൻ ഉണ്ടാക്കാൻ പോകുന്ന ബാത്റൂമിൽ ഏത് കളർ ടൈല് വെക്കണം എന്ന് ആലോചിച്ചിട്ടാണ്. ഇന്ന് നമ്മൾ അതിനൊരു സൊല്യൂഷന് വേണ്ടി പോവാണ്. പോണ സമയത്ത് നമ്മൾ കൂടെ അവന്റെ സിസ്റ്റർ ഉണ്ടായിരുന്നു. ഞാൻ വീഡിയോ എടുക്കുന്നത് പേടിച്ചിട്ട് അവൾ തിരിഞ്ഞു നോക്കാണ്ട് കോളേജിൽ കയറിപ്പോയി. അപ്പൊ നമ്മൾ ടൈല് നോക്കാൻ വേണ്ടിയിട്ട് അവൻ നോക്കുന്ന ടൈല് കടയിൽ എത്തിയിട്ടുണ്ട്. കുറെ ടൈല് തിരിച്ചും മറിച്ചൊക്കെ നോക്കി. ഇവിടുത്തെ ഒന്ന് ശരിയാവായിട്ട് വേറൊരു കടയിലും പോയി. അങ്ങനെ അവസാനം നമ്മൾ ടൈല് ഫിക്സ് ചെയ്തു. ഇനി നമ്മൾ പോയിട്ടുള്ളത് ഹൈലൈറ്റിലാണ്. ഇവിടെ വന്നത് അവന്റെ ആവശ്യത്തിനല്ല, എന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. എന്താണ് എന്റെ ആവശ്യം എന്ന് ചോദിച്ചാൽ ഫുഡ് കഴിക്കലും ഷോപ്പിംഗും ആണ്. ആദ്യം തന്നെ KFC പോയിട്ട് ഒരു KFC തന്തൂരി സിംഗർ ബർഗർ കുത്തിക്കയറ്റി. അതിനുശേഷം നടന്നു പോകുമ്പോഴാണ് കണ്ടത് T ജംഗ്ഷനിൽ കല്ലുമക്കായ വെച്ചേക്കാണ്. അപ്പൊ പിന്നെ ഒന്നും നോക്കിയില്ല, അതും പറഞ്ഞു വരണം. എന്തേലും ഒരു ഫുഡ് വാങ്ങി അപ്പം വേണം അവനും ഒരു കടി എന്ന കടി കൊടുക്കാൻ പോയാലോ ഒട്ടകത്തിന് സ്ഥലം കൊടുത്ത പോലെ അപ്പാടെ അണ്ണാക്കിലാക്കാനുള്ള ശ്രമം നടത്തി കളയും. എന്റെ കല്ലുമക്കായന്റെ വലിയൊരു പീസ് അവന്റെ വയറ്റിൽ പോയ സ്ഥിതിക്ക് അവൻ വാങ്ങിച്ച അടിയിൽ ഞാനും ഒരു പീസ് എടുത്ത് കടിച്ചു. പിന്നെ ഞാൻ കുറച്ച് ദിവസമായിട്ട് ഫൗണ്ടേഷൻ വാങ്ങിക്കണം എന്ന് വിചാരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ നൈക്കിൽ കയറിയിട്ട് ഒരു ഫൗണ്ടേഷനും കൂടെ ഒരു ലിപ്സ്റ്റിക്കും വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാനും അവനും കൂടെ സൺഗ്ലാസ് നോക്കാൻ വേണ്ടിയിട്ട് ഒരു കടയിൽ കയറി. അവിടെ ഉള്ളത് അവന് ഇഷ്ടമായില്ല. അതുകൊണ്ട് നമ്മൾ കോഴിക്കോടുള്ള വേറൊരു കടയിൽ പോയി സൺഗ്ലാസിന് ഓർഡർ ഒക്കെ കൊടുത്ത് തിരിച്ച് പ്രൊവിഡൻസിൽ പോയി റിയന്റെ ഹോസ്റ്റൽ വെക്കേറ്റ് ചെയ്തു. എന്നിട്ട് വരുന്ന വഴിക്ക് നമ്മളൊരു കരിമ്പ് ജ്യൂസ് കുടിച്ചു. കരിമ്പ് ജ്യൂസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ കരിമ്പ് ജ്യൂസ് ഒക്കെ കുടിച്ച് തിരിച്ച് വീട്ടിലേക്ക് വരുന്ന വഴിയാണ് നമ്മളിങ്ങനെ ഒരു ഘോഷയാത്ര കണ്ടത്. അത് കണ്ടപ്പോൾ വിചാരിച്ചു ഒറിജിനൽ ആനയാണെന്ന്. അടുത്തെത്തിയപ്പോഴല്ലേ മനസ്സിലായത് ഫേക്ക് ആണെന്ന്. അങ്ങനെ അന്നത്തെ ഒരു ദിവസം നമ്മൾ റാപ്പ് ചെയ്തു.